വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ കേരളത്തിൽ നടന്നു. അതിന്റെ തുടർച്ച ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ കേരള ഹൗസിന് മുൻപിൽ അർജുൻ പീതാംബരൻ കൂടിയുണ്ട്. അർജുൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നോ? ഇതിന്റെ പ്രശ്നം അദ്ദേഹം യുപിയിലേക്ക് പോയി എന്നാണ്, അദ്ദേഹത്തിന്റെ സ്വദേശത്തേക്ക്. ഇങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിയും. കാരണം അനൗദ്യോഗികമായി ഇപ്പോൾ മാധ്യമങ്ങളോട് മൈക്കിൽ സംസാരിക്കുന്ന അപ്പുറത്ത് അനൗദ്യോഗികമായി അദ്ദേഹവുമായി വലിയ തോതിൽ സംസാരിക്കാനൊക്കെ കഴിയാറുണ്ടല്ലോ. എപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തെ നിലപാടൊക്കെ അങ്ങനെ വിശദീകരിക്കപ്പെടാറുണ്ടല്ലോ മാധ്യമങ്ങൾ. അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? രതീഷ്, ഈ അടുത്ത് ഒരിക്കൽ മാത്രമാണ് അദ്ദേഹവുമായി അനൗദ്യോഗികമായിട്ട് ഈ കൊച്ചിൻ ഹൗസിനകത്ത്, ഈ കേരള ഹൗസിൽ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വസതി കൂടിയായിട്ടുള്ള കൊച്ചിൻ ഹൗസാണ്. ഇതിനകത്ത് അനൗദ്യോഗികമായി അദ്ദേഹത്തിനോട് സംസാരിക്കാൻ, അദ്ദേഹത്തോട് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റിയത് ഒരു അവസരത്തിൽ മാത്രമായിരുന്നു. അന്ന് അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. കാരണം ഗവർണർ മാറ്റം എന്നുള്ള കാര്യം വലിയ രീതിയിൽ ചർച്ചയിലുണ്ടായിരുന്ന സമയമായിരുന്നു. അന്ന് ചോദിക്കുന്ന സമയത്ത് അതെല്ലാം രാഷ്ട്രപതി എടുക്കുന്ന തീരുമാനമാണ്, തനിക്കതിൽ ഒരു അഭിപ്രായം പറയാൻ സാധിക്കില്ല, തനിക്ക് അറിയില്ല എന്നുള്ള മറുപടിയായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. കാരണം എടുത്തു ചോദിച്ചിരുന്നു ഈ ചർച്ചകളെല്ലാം തന്നെ വരുന്നുണ്ട് എന്നുള്ള കാര്യം. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള സൂചനയും ഇന്ന് ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ കേരള ഹൗസിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മാധ്യമങ്ങളുമായിട്ട് അടക്കം സംസാരിച്ചുകൊണ്ട് പല വിഷയങ്ങളിലും, കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്നും പുറപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സ്വദേശമായിട്ടുള്ള ഉത്തർപ്രദേശിലെ ബുലന്ദ്ഷഹറിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തി കേരള ഹൗസിലെ ജീവനക്കാരോട് ചോദിച്ച സമയത്ത് അവർ വ്യക്തമാക്കി. രാവിലെ സംസാരിച്ചപ്പോഴും കേരളത്തിന്റെ വിഷയങ്ങളൊക്കെ സംസാരിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഇവിടുന്ന് മാറിയേക്കുമെന്ന സൂചന അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ടായിരുന്നു. അതോ അദ്ദേഹവും ഇന്ന് ഈ തീരുമാനം, സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരിക്കും, ഇന്ന് ഈ തീരുമാനം വരുമെന്ന് പ്രതീക്ഷിച്ചതല്ലേ? തീർച്ചയായിട്ടും അവിടെ രതീഷ്, അദ്ദേഹത്തിന് അത് നേരത്തെ ലഭിച്ചിട്ടുണ്ടാവും ആ അറിവടക്കം. പക്ഷെ അത് ഒരു തരത്തിലും അദ്ദേഹം അത് പുറത്തോട്ട് പ്രകടിപ്പിക്കുന്നതായിരുന്നില്ല. നമ്മളടക്കം, ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ടും അത് അനൗദ്യോഗികമായിട്ടും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത് കണ്ട് സംസാരിക്കാൻ പറ്റിയത് ഒരു തവണയാണ്. അപ്പോഴും ചോദിച്ചപ്പോൾ തനിക്കതിലൊരു അഭിപ്രായം പറയാൻ ഇല്ല, തനിക്ക് അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാം രാഷ്ട്രപതി എടുക്കുന്ന തീരുമാനമാണ്. ഇതിനു മുൻപ് BJP ഒരിക്കലും ഒരു സംസ്ഥാനത്ത് ഒരു ഗവർണറെ ഒന്നിലധികം ടേംസ് ഇരിക്കാൻ അനുവദിച്ചിട്ടില്ല. അത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ തൻ്റെയും കാര്യമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ ഒരു തവണ. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യം രാഷ്ട്രപതിയുടെ തീരുമാനമാണ്, തനിക്കതിൽ മറുപടി പറയാൻ അല്ലെങ്കിൽ ഉത്തരം പറയാനില്ല എന്നുള്ള കാര്യം അദ്ദേഹം അന്ന് എടുത്തു പറഞ്ഞു. നല്ലപോലെ തന്നെ ഞാനത് ഓർക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയും അദ്ദേഹം ഇവിടെ നിന്ന് നമ്മളോട് സംസാരിച്ചിട്ടാണ് ഇവിടെ നിന്നും പോയത്. ഉത്തർപ്രദേശിലേക്ക് ബുലന്ദ്ഷഹറാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അവിടേക്ക് അദ്ദേഹം പോയത് 27-ാം തീയതി മടങ്ങിയെത്തും. അത് ഇങ്ങോട്ടായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ഇവിടുത്തെ ജീവനക്കാരോട് ചോദിച്ചു. പക്ഷേ ഇനി ഒരു പക്ഷേ ബീഹാർ ഹൗസിലേക്കായിരിക്കും, ബീഹാർ ഭവനിലേക്കായിരിക്കും അദ്ദേഹം മടങ്ങിയെത്തുക എന്നുള്ള കാര്യമാണ് നമ്മളോട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും എല്ലാം തന്നെ പങ്കുവെച്ചത്. എന്തായാലും അദ്ദേഹത്തെ കാണാൻ സാധിക്കുമോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ എന്തായാലും അദ്ദേഹം ഇവിടുന്ന് പോയിരിക്കുന്നു എന്നുള്ളൊരു ഉത്തരമാണ് നിലവിൽ എന്തായാലും എനിക്ക് ലഭിച്ചിരിക്കുന്നത്. പലതവണ ഇവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹം കേരളത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ വളരെ കൃത്യതയോടെ, അതും പലതവണ വിവാദങ്ങളിലേക്ക് അടക്കം പോയിട്ടുള്ള കാര്യങ്ങളിൽ മറുപടി പറഞ്ഞിട്ടുള്ളത്, മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചിട്ടുള്ളത്, അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. പാലക്കാടിലെ ക്രിസ്മസ് കാരുകളുമായി നടന്ന വിഷയത്തിലടക്കമാണ് ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളതും. ഈ SFIക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും എല്ലാം തന്നെ തുടരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പലതും ഇവിടെ നിന്നായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഈ വേളയിൽ ഓർമ്മിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായിട്ടെല്ലാം, ക്രിസ്മസ് അദ്ദേഹം വീട്ടിലായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അദ്ദേഹം കേരള ഹൗസിലേക്ക് എത്തിയത് 2 ദിവസം മുൻപാണ്. അന്നും അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു. പ്രധാനമായിട്ടും ഉദ്ദേശമെന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പോയപ്പോൾ വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. ആ കാര്യത്തിൽ അദ്ദേഹത്തോട് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം വലിയ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെയും SFIക്കെതിരെയും എല്ലാം തന്നെ ക്ഷുഭിതനായിട്ട് സംസാരിച്ചിരുന്നു. ഈ സർവകലാശാലകളിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ വരുമ്പോൾ അത് കേരളത്തിൻ്റെ പേര് എങ്ങനെ കളങ്കപ്പെടുത്തും എന്നുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കേരളത്തോട് എപ്പോഴും ഒരു ഇഷ്ടമുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ. ഈ സർക്കാരിനെതിരെ നിരന്തരം ആക്രമണം അഴിച്ചിടുമ്പോൾ, ഈ ആരോപണങ്ങൾ ഉയർത്തുമ്പോഴും കേരള പോലീസിനെ വളരെ മതിപ്പോടുകൂടി, വളരെ ഇഷ്ടത്തോടുകൂടി അദ്ദേഹം ഓർക്കുമായിരുന്നു. കേരളം എന്ന സംസ്ഥാനത്തെയും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. കേരളത്തിന്റെ പേര് എവിടെയും കളങ്കപ്പെട്ട് പോകരുത് എന്നുള്ള കാര്യം പലകുറി അദ്ദേഹം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അത് മുൻനിർത്തി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ പ്രതികരണങ്ങളും. വ്യക്തിപരമായി ഉള്ള ഇഷ്ടാനിഷ്ടത്തിനപ്പുറത്ത് രാഷ്ട്രീയമായിരുന്നു വലിയ തോതിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞ കുറേ കാലമായി. അതുകൊണ്ടാണ് രാഷ്ട്രീയമായുള്ള ചർച്ചകളുടെ ഭാഗമായി ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് കേരള ഗവർണർ സ്ഥാനത്ത് മാറുമ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്.